പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുമക്കൾക്കും ഒരു നല്ല അധ്യയന വർഷം ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. നാളെ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും വരുന്ന അധ്യയന വർഷം നന്മയുടേതായി മാറുവാൻ ജഗദീശ്വരൻ സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുക. നാളെ സ്കൂളിലേക്ക് പോകുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു ചെറിയ സന്ദേശം, നോ എന്ന വാക്കുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയുവാൻ പഠിക്കണം എന്നാണ് എനിക്ക് സ്നേഹത്തോടെ ആദ്യം ഓർമ്മിക്കാനുള്ളത്. സ്കൂളിലേക്ക് നമ്മൾ എത്തുമ്പോൾ തെറ്റായ വഴികളിലേക്ക് നമ്മളെ നയിക്കുവാൻ, തെറ്റായ ചിന്തകളിലൂടെ നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഒരുപക്ഷെ കഴുകന്മാർ നമുക്ക് ചുറ്റുമുണ്ടാകും. സ്നേഹം നടിച്ച് നമ്മളെ തെറ്റിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുന്ന ചില ചെന്നായ്ക്കളുണ്ടാകാം. ഈ ചെന്നായ്ക്കളോട് നോ എന്ന് പറയുവാൻ പഠിക്കുക എന്നുള്ളതാണ് നോ. ഞാനതിലില്ല. നമ്മുടെ മാതാപിതാക്കൾ എത്ര പ്രതീക്ഷയോടെ ആയിരിക്കും നമ്മളെ സ്കൂളിലേക്ക് അയക്കുന്നത്. അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ, അവരുടെ പ്രതീക്ഷയെ യാഥാർത്ഥ്യമാക്കുവാൻ എൻ്റെ മക്കൾ തീർച്ചയായും നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയുവാൻ പഠിക്കണം. അടുത്ത അധ്യയന വർഷത്തിൽ ഉറപ്പായും ഓർക്കേണ്ട ഒരു കാര്യം, പഠന മേഖലയിലും കായിക മേഖലകളിലും മക്കൾ ഉറപ്പായും നമ്മൾ പിന്നോട്ട് മാറി നിൽക്കാൻ പാടില്ല. ഒരു കാര്യത്തിലും നമ്മൾ പിന്നോട്ട് മാറേണ്ട കാര്യമില്ല. എല്ലാത്തിലും പങ്കെടുക്കുക. ജയമോ പരാജയമോ ഒക്കെ ഉണ്ടായിക്കോട്ടെ. പരാജയം ഉണ്ടായാൽ എൻ്റെ മക്കൾ ഓർത്തിരിക്കുക, അതൊരു നോയല്ല. ആ നോയ്ക്ക് ഞാൻ പറയുന്ന അർത്ഥം നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു പരാജയം നമുക്ക് നേരിട്ടാൽ നമ്മൾ മനസ്സിലാക്കുക, അടുത്തൊരു അവസരം നമ്മൾക്കായി കാത്തിരിക്കുന്നു. അതിനെ കഴിഞ്ഞ വീഴ്ചയിലുണ്ടായ കുറവുകളെ മനസ്സിലാക്കി അത് പരിഹരിച്ച് അടുത്ത അവസരത്തിൽ മികച്ച വിജയം നേടുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് എൻ്റെ മക്കൾ ഓർത്തിരിക്കുക, ഒന്നാമത് നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയുക. കഴുകന്മാരോടും ചെന്നായ്ക്കളോടും നോ എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകുക. രണ്ടാമത്തെ നോ, നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഒരു പരാജയം ഒന്നിൻ്റെയും അവസാനം. അടുത്ത അവസരത്തിൽ മികച്ചതായി ഞാൻ പെർഫോം ചെയ്യും എന്ന് മനസ്സിലേക്ക്. മൂന്നാമത്തെ കാര്യം ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചു, ഒന്നിലും നമ്മൾ പിന്നോട്ട് മാറി നിൽക്കേണ്ട കാര്യമില്ല. എല്ലാത്തിലും സജീവമായി നമ്മുടെ കഴിവിനനുസരിച്ച് പഠന മേഖലയിലായാലും കായിക രംഗങ്ങളിലായാലും നല്ല രീതിയിൽ പങ്കെടുക്കണം. അധ്യയന വർഷം നല്ലതായി തീരട്ടെ, വിജയത്തിൻ്റെതായി തീരട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു. എല്ലാവരും പൂരവും പെരുന്നാളുമെല്ലാം പോയി, പൂതവും തെയ്യവും എങ്ങോ പോയി.